ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് OAയുടെ പരീക്ഷ ഉടനെ തന്നെ വരുന്നതാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഡിഗ്രി ഇല്ലാത്ത 10ാം ക്ലാസ് യോഗ്യതയുള്ളവരെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് നമ്മുടെ ഹൈക്കോർട്ട് OA എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ. പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ കേരള PSC പോലെയൊന്നുമല്ല. ഹൈക്കോർട്ട് പരീക്ഷകൾക്ക് പൊതുവെ ഒരു സിലബസ് അവരങ്ങനെ ഡിക്ലെയർ ചെയ്യാറില്ല. ഒരു മാർക്കിംഗ് സ്കീമും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മാത്രമാണ് അവരങ്ങനെ സാധാരണ പബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ PSC പോലെ അല്ല കാര്യങ്ങൾ. കാരണം വെച്ചാൽ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു സിലബസിനെ പറ്റിയുള്ള ധാരണയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് എയുടെ സഹായത്തോടുകൂടി നമ്മുടെ റിസർച്ച് ടീം തയ്യാറാക്കിയ ഒരു സിലബസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പരീക്ഷയുടെ വരാൻ പോകുന്ന പരീക്ഷ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും എൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോകാം. 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയും അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 1 ജനറൽ നോളജ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കറണ്ട് അഫയേഴ്സ് അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഭാരതത്തിന്റെ ഭരണഘടനയും അതോടൊപ്പം തന്നെ സിവിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അത് തന്നെ നമുക്ക് മുൻ വർഷങ്ങളിൽ ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ, നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഹൈക്കോർട്ട് OA പരീക്ഷയ്ക്കും ഹൈക്കോർട്ടുകളെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആക്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ആർട്ടിക്കിൾസ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻസ് ആർട്ടിക്കിൾ, അതുപോലെ ആർട്ടിക്കിൾസ്, ലിസ്റ്റ്, ഷെഡ്യൂൾ. നമ്മളൊരു PSC പരീക്ഷയ്ക്ക് എന്തൊക്കെയാണോ ഈ ഒരു പൊളിറ്റി ഭാഗത്ത് നോക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്ത്യ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവിടെ മുൻ വർഷങ്ങളിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ ഹിസ്റ്ററിയും ഫ്രീഡം മൂവ്മെന്റിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ഗാന്ധിയൻ മൂവ്മെന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു അറിവ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻ ജോഗ്രഫിയാണ് കാര്യമായിട്ട് ചോദിച്ചേക്കരുത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. സോ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ സ്ട്രെസ് ചെയ്ത് ഇന്ത്യൻ ജോഗ്രഫി തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. വേൾഡ് ജോഗ്രഫി ഇങ്ങനെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല. സയൻസിലേക്ക് വരികയാണെങ്കിൽ ജനറൽ സയൻസ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയൊക്കെയാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. പിന്നെ അവാർഡുകളെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. രാജ്യത്തെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ജ്ഞാനപീഠ അവാർഡ്, ബുക്കർ പ്രൈസ്, നോബൽ പ്രൈസ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേരളത്തിലെയും ഇന്ത്യയിലെയും അന്താരാഷ്ട്ര തലത്തിലുള്ള അവാർഡുകളെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ പേഴ്സണാലിറ്റീസും, അതായത് പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫാദേഴ്സ്, ഫൗണ്ടേഴ്സ്, ഇംഗ്ലീഷ് പോയട്രിയുടെ പിതാവ് ആരാണെന്ന് ഒരു മുൻവർഷ ചോദ്യമുണ്ട്. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ് ആരാണെന്നും വൈറ്റ് റെവല്യൂഷന്റെ പിതാവ് ആരാണെന്നൊക്കെ മുൻ വർഷങ്ങളിൽ ഹൈക്കോർട്ട് OA പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചില ബുക്കുകളുടെയൊക്കെ ഓതറും അതുപോലെ തന്നെ വർക്കുകളും പ്രധാനപ്പെട്ട പെയിന്റിങ്ങുകളായിട്ടുള്ള മൊണാലിസ, ലാസ്റ്റ് സപ്പർ, ഇതൊക്കെ ഒരു PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി കേരള സ്പെസിഫിക് GK എന്നുള്ള ഭാഗം കൂടി നിങ്ങൾ നോക്കണം. അതിൽ തന്നെ നിങ്ങൾ ഏത് PSC പരീക്ഷയ്ക്ക് പോകുമ്പോഴും അവിടെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ് കേരള റെനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ ഈ ഹൈക്കോർട്ട് OAക്കും ചോദിക്കും, അതോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ചോദിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തനത് സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. ഈ രണ്ട് പരീക്ഷകൾ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കുമ്പോഴും ഒരു ലാസ്റ്റ് 1-2 ഇയറിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 2024 പരീക്ഷയ്ക്ക് 2023 22 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു. സോ ഒരു 1-2 വർഷം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ അറിഞ്ഞ് ഇരിക്കണം. പ്രത്യേകിച്ച് ഒരു 6 മാസത്തിനുള്ള കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഇവന്റ്സും മെഡൽ ടാലീസും ചോദിക്കാം. ഗവൺമെന്റ് സ്കീം പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഗവൺമെന്റ് സ്കീം, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സ്, ആരൊക്കെ എവിടെയൊക്കെ അപ്പോയിന്റഡ് ആയി, സ്പേസ് മിഷൻ, ഇന്റർനാഷണൽ സമ്മിറ്റ്സ്, G20 പര്യടകം മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോട്ടബിൾ ഡെത്ത്സ്, ന്യൂ ലോസ്, ബുക്ക് റിലീസ്ഡ് ആൻഡ് പ്രൈസ് വിന്നേഴ്സ് ഓഫ് ദി ഇയർ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്, ഇലക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു വർഷമാണല്ലോ. പിന്നെ പ്രധാനപ്പെട്ട ഹൈക്കോർട്ട് എക്സാമുകളിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്. ഇവിടെ 15 മാർക്കിനാണ് ജനറൽ ഇംഗ്ലീഷ് ഉള്ളത്. അത് തന്നെ ഏതൊരു PSC പരീക്ഷയ്ക്കുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. വെക്കാബുലറി ഉണ്ടായിരിക്കും, സ്പെല്ലിംഗ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഗ്രാമർ ഉണ്ടായിരിക്കും, പ്രൊവർബ്സ് ആൻഡ് മീനിങ്സ് ഉണ്ടായിരിക്കും, സെന്റൻസ് കറക്ഷൻ ഉണ്ടായിരിക്കും, വോയിസ് ചേഞ്ച്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്,
സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ, എറർ സ്പോട്ടിംഗ് ഇൻ സെൻറ്റൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മുതലായിട്ടുള്ള ഇംഗ്ലീഷിൽ സ്ഥിരം ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ അരിത്തമെറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ഭാഗമാണ്. അവിടെ ഇത് തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചോദിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചിട്ടുണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ടൈം ആൻഡ് വർക്ക് ചോദിച്ചിട്ടുണ്ട്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് ചോദിച്ചിട്ടുണ്ട്, നമ്പർ സീരീസ് ആൻഡ് ഓഡ് വൺ ചോദിച്ചിട്ടുണ്ട്, ലീപ്പ് ഇയർ ആൻഡ് കലണ്ടർ ബേസിക്സ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ മെൻസുറേഷൻ ചോദിച്ചിട്ടുണ്ട്, ആൾജിബ്ര അത്യാവശ്യം വേണ്ട ആൾജിബ്ര അറിഞ്ഞിരിക്കണം, ക്ലോക്ക് ബേസ്ഡ് ആംഗിൾ പ്രോബ്ലംസ് റീസണിങ്ങിൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. റാങ്ക് ഇതും അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ റീസണിങ് നമ്മൾ പ്രത്യേകം നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ 15 മാർക്കിന് റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണെങ്കിൽ വീണ്ടും അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റീസണിങ് എന്നുള്ള അവിടെ ചോദിച്ചിട്ടുണ്ട്. കോഡിംഗ്, ഡീകോഡിംഗ്, നമ്പർ ആൻഡ് ലെറ്റർ സീരീസ് കംപ്ലീഷൻ, ബെഡ് റിലേഷൻ, സിലോജിസം ചോദിച്ചിട്ടുണ്ട്, വെൻ ഡയഗ്രാം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, മാത്സിന് അല്ലെങ്കിൽ റീസണിങ്ങിന് ആ ഒരു ഭാഗത്തിന് അത്യാവശ്യം തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയാണ്. നമ്മുടെ ഒരു LGS പരീക്ഷയുടെ ആ ലെവലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാകുള്ളൂ. കോഡിങ്, ഡീകോഡിംഗ് ഉണ്ട്, നമ്പർ ആൻഡ് ലെറ്റർ സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, ഡയറക്ഷൻ സെൻസ് ഉണ്ട്, തെക്കോട്ട് പോയിട്ട് വടക്കോട്ട് പോകുക എന്നുള്ളതൊക്കെ നമ്മുടെ പരീക്ഷകൾ ചോദിക്കുന്നതാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നത്, ഈ ഒരു പരീക്ഷ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. ഒരു ഭാഗം ഇംഗ്ലീഷ്, ഒരു ഭാഗം മലയാളം, അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക. പിന്നെ മിസ്സിംഗ് ടൈം, അതുപോലെ തന്നെ അനലോഗി ഉണ്ടായിരിക്കും, ആൽഫബറ്റിക്കൽ ഉണ്ടായിരിക്കും, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, ക്യൂബ് കട്ടിംഗ് ആൻഡ് ജോമെട്രിക് പീസ് കൗണ്ടിങ് പ്രോബ്ലം ഉണ്ടായിരിക്കും, കാലണ്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരിക്കും, വേർഡ് ഫോർമേഷൻ ഫ്രം ഗിവൻ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, മിസ്സിംഗ് ടൈം ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, ക്ലോക്ക് ആംഗിൾ ഫ്രീക്വൻസി പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് GK എന്നുള്ള ഭാഗം, പൊതുവിജ്ഞാനം എന്നുള്ള ഭാഗത്തിന് 50 മാർക്കും, ജനറൽ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്തിന് 15 മാർക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മാർക്കും, റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 15 മാർക്ക്, അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു OMR ഷീറ്റിലുള്ള പരീക്ഷയായിരിക്കും. ഇതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ടൊക്കെ പറ്റുക. അതോടൊപ്പം തന്നെ എല്ലാം ശരി ഉത്തരത്തിനും 1 മാർക്കും തെറ്റുത്തരത്തിനും 0.25 മാർക്ക് വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് OAയുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.